ആ ശരീരം ഈ ഭൂമിയിൽ നിന്ന് മാഞ്ഞുപോയാലും ആ ശബ്ദം ഇമ്പത്തോടുകൂടി മലയാളികളുടെ കാതുകളിൽ ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടേയിരിക്കും. അത്രമേൽ ഉച്ചാരണ ശുദ്ധിയിൽ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിച്ച ഒരു പ്രതിഭയാണ്, വാർത്താ അവതാരകനാണ് മലയാളിയുടെ ഈ മണ്ണിൽ നിന്നും വിട പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചൊക്കെയുള്ള അനുഭവങ്ങൾ കൂടി അന്ന് ഈ വഴിത്താരയിൽ മാതൃഭൂമി ന്യൂസിൻ്റെ പ്രത്യേക പരിപാടിയിൽ പങ്കുവച്ചിരുന്നു. അതുകൂടി പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക്. പഠിത്തത്തിനിടയിലാണ് എന്നിലൊരു വായനക്കാരനുണ്ട്, ഒരു വായിക്കാനുള്ള ഒരു ആപ്റ്റിറ്റ്യൂഡുണ്ട് എന്ന് ഒരു ടീച്ചർ മനസ്സിലാക്കിയത് തിരുവല്ല സ്കൂളിൽ വെച്ചാണ്. അത് അവിടുത്തെ മലയാളം വിഷയം രാഘവൻപിള്ള സാർ എന്ന് പറഞ്ഞ ഒരാൾ. അദ്ദേഹം എൻ്റെ മുഖത്ത് തന്നെ നോക്കിക്കൊണ്ടിരുന്നത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഇത്രയും വർഷം കഴിഞ്ഞിട്ട് ഞാനത് മറന്നിട്ടില്ല. എന്നുവെച്ചാൽ അന്നത്തെ പാഠപുസ്തകങ്ങളിൽ മഹാവീരനായ രാജകുമാരൻ എന്നൊരു ലെസൺ, ഒരു പാഠം പഠിക്കാനുണ്ടായിരുന്നു. 6th മറ്റോ പഠിക്കുമ്പോൾ, അന്ന് ഫസ്റ്റ് ഫോം സെക്കൻഡ് ഫോം എന്നൊക്കെ ആയിരുന്നു പേര് സ്കൂളിലെ ക്ലാസ്സുകൾക്ക്. ഇന്നത്തെ പോലെ സ്റ്റാൻഡേർഡ് എന്നൊന്നും വന്നിട്ടില്ല. അപ്പോൾ ആ പാഠഭാഗം, മഹാവീരനായ രാജകുമാരൻ എന്നുള്ള ആ പാഠഭാഗം എന്നെ കൊണ്ട് ആവർത്തിച്ച് മുൻഷി സാർ വായിപ്പിച്ചത് എനിക്ക് നല്ല ഓർമ്മ.